ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ വണ്ടൂരിൽ CPMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. ടാക്സി സ്റ്റാൻഡിൽ ചേർന്ന യോഗം CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. സൂക്ഷ്മമായി വിലയിരുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നിയോഗം അദ്ദേഹത്തിന് മുമ്പിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഭീഷണപരമായ കഴിവ് മാത്രമാണ്. ഇത്ര വലിയ സൈദ്ധാന്തികനായിട്ടും വളരെ ലളിതമായി ആ സിദ്ധാന്തങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആളുകൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവും അപാരമായിരുന്നു. ഏത് ഗൗരവമുള്ള വിഷയവും എത്ര ഗഹനമായ വിഷയവും ഏറ്റവും ലളിതമായി സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് വളരെ അപാരമായിരുന്നു. അത് പ്രസിദ്ധവുമായിരുന്നു. ഈ ദൈക്ഷണിക രംഗത്ത് മാത്രമല്ല, അദ്ദേഹം പോരാട്ടമുഖങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു ചിത്രമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരായ കുറ്റപത്രം വായിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായ സംഭവമാണ്. അവിടെ സീതാറാം യെച്ചൂരി മാത്രമല്ല ബഹുമാനിക്കപ്പെട്ടത്, ഇന്ദിരാഗാന്ധി കൂടിയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷം, അടിയന്തരാവസ്ഥക്കാലത്ത് സീതാറാം യെച്ചൂരി ജയിലിലായതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിദ്യാഭ്യാസം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകശ്രദ്ധ പിടിച്ചു വെച്ച സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ ചെയർമാനായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ്. 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം ചെയർമാനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികളും അവിടെയുള്ള വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് അന്നുവരെ JNUവിൻ്റെ ചാൻസലർ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഈ JNUവിൻ്റെ ചാൻസലറാകാൻ പാടില്ല, ആ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരം നടത്തി. ആ സമരം നടത്തിയ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു. ഇന്നാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പാതി വഴിയിൽ വെച്ച് ആ മാർച്ചിനെ അടിച്ചോടിക്കുകയോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയോ ചെയ്യുമായിരുന്നു. KT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി P. മുരളീധരൻ, ഷൈജൽ എടപ്പറ്റ, VM അഷ്റഫ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, C. ജയപ്രകാശ്, TP ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ. പൊന്നാണ് സഫ ജ്വല്ലറി.